2 ദിവസം മുമ്പ് മധ്യസ്ഥരായ ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും ലഭിച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി പാലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ തലവൻ ശനിയാഴ്ച വ്യക്തമാക്കി. 2 ദിവസം മുമ്പ് ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം ലഭിച്ചു. ഞങ്ങളത് പോസിറ്റീവായി കൈകാര്യം ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഖലീൽ അൽ ഹയ്യ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതാണിത്. ഇസ്രായേൽ അധിനിവേശം അതിനെ ദുർബലപ്പെടുത്തില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2023 ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഗാസയിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരോക്ഷ ചർച്ചകളിൽ ഹമാസ് ചർച്ചാ സംഘത്തെ നയിക്കുന്ന ഹയ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിവർത്തന ഘട്ടം ഉൾപ്പെടുന്ന പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഇസ്രായേലിൽ നിന്നും ഈജിപ്തിന് നല്ല സൂചനകൾ ലഭിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ വ്യാഴാഴ്ച പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന 5 ഇസ്രായേലി ബന്ദികളെ എല്ലാ ആഴ്ചയും മോചിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച നിർദ്ദേശമനുസരിച്ച് നിരവധി കൂടിയാലോചനകൾ നടത്തിയതായും അമേരിക്കയുമായി പൂർണ്ണ ഏകോപനത്തോടെ ഇസ്രായേൽ മധ്യസ്ഥർക്ക് ഒരു എതിർ നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മതം നൽകിയിട്ടുണ്ടോ എന്ന് റോയിട്ടേഴ്സ് ചോദിച്ചെങ്കിലും അവർ ഉടൻ പ്രതികരിച്ചിട്ടില്ല എന്നായിരുന്നു ഉത്തരം ലഭിച്ചത്. ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ ഉടൻ തന്നെ പ്രാവർത്തികമാകാനുള്ള സാധ്യത ഉണ്ടോ എന്നും ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ്. 15 മാസത്തെ യുദ്ധത്തിന് ശേഷം ജനുവരി 19 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുക, ഹമാസ് തടവിലാക്കിയിരുന്ന ചില ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക, ചില പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന കരാറിന്റെ 2ാം ഘട്ടം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനുമുള്ള കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.